പേരുടെ പ്രശ്നമല്ല അല്ലേ? പെരിയകുളം എന്ന് പറഞ്ഞിരുന്നു. അത് പിന്നെ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് മൂടിക്കളഞ്ഞു. അതിൻ്റെ മുൻവശത്ത് പെരിയകുളത്തിൻ്റെ നമ്മൾ ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ട് ഒരു കരിങ്കൽ പരിഹാരം ഉണ്ടായിരുന്നു. ഇത് കരിങ്കൽ പരിഹാരം എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഈ ക്ഷേത്ര ജീവനക്കാരോ അല്ലെങ്കിൽ ക്ഷേത്രം രാജാവോ ഒക്കെ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് കരിങ്കലിൻ്റെ ഇത് പറയുന്നത് പ്രൊഫസർ വസന്തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് വെച്ചാൽ അമ്പലത്തിൻ്റെ കിഴക്കേ നടക്കൽ മലർന്നു കിടക്കുന്ന ഒരു പുരുഷരൂപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് 2 കല്ലുണ്ടായിരുന്നു. ഇപ്പോൾ 1 കല്ല് അവിടെ കിടക്കുന്നുണ്ട്. ഒരു കുറ്റി മാത്രം. ബാക്കിയുള്ള രൂപങ്ങളെ ആളുടെ രൂപമൊക്കെ പോയിരിക്കണം. പിന്നെ കരിങ്കൽ പരിഹാരം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ ഒരു കിണറുണ്ട്, മണിക്കിണർ. അതിനെ ശംഖതീർത്ഥം എന്ന് പറയും. അന്ന് കുളത്തിലെ വെള്ളം കലങ്ങി കഴിഞ്ഞാൽ ശംഖതീർത്ഥത്തിലെ വെള്ളം കലങ്ങും. ശിലാലിഖിതങ്ങൾ ഇപ്പോൾ ഉണ്ട് അമ്പലത്തിൻ്റെ അകത്ത്. മറ്റേ കാണാവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിളക്കുമാടത്തിൻ്റെ ഉള്ളിൽ ആയിട്ടൊരു ശിലാലിഖിതം കാണാം. അത് 2 ശിലാലിഖിതങ്ങൾ കൂടിയിട്ടാണ്. അത് പണ്ട് 2 ഭാഗത്തായിരുന്നു, ഇപ്പോൾ ഒരു ഭാഗത്തായിട്ട് വന്നത്. വായിച്ചെടുത്തവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ മുഖമണ്ഡപത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ശിലാലിഖിതമുണ്ട്. നമുക്കത് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിട്ടില്ല. കൂടുതൽ ആൾക്കാർ വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ വന്ന് രാജകുരുകളൊക്കെ ഒന്ന് വായിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. നിത്യദാനത്തിൻ്റെ കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ശിലാലിഖിതങ്ങൾ കുറച്ചുണ്ട് ഇതിൻ്റെ അടുത്ത് ഇപ്പോഴും. കാരണം പഴയ കാലത്ത് ടിപ്പുവിൻ്റെ ആക്രമണത്തിന് ശേഷം അമ്പലം തകർന്നല്ലോ. അന്ന് കിട്ടിയിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ പാടെ കൂട്ടിച്ചേർത്ത് അമ്പലം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. പഴയ കാലത്തിനേക്കാൾ വലിയ അമ്പലമായിരുന്നു. പെരുമാളുടെ കാലത്തൊക്കെ വലിയ അമ്പലമായിരുന്നു പറയുന്നത്. കാരണം തിരുവഞ്ചിക്കുളം കഴിഞ്ഞാൽ അടുത്ത മഹാക്ഷേത്രം എന്ന് പറയുമ്പോൾ അമ്പലത്തിന് വിസ്താരം പോരാ. വലിയ ഗോപുരങ്ങൾ 2 നില ഗോപുരമൊക്കെ ആയിരുന്നു പറയുന്നത്. പക്ഷെ അതേസമയം തിരുവഞ്ചിക്കുളത്ത് തന്നെ പുതിയ ക്ഷേത്രമാണ് ഇത്തിരി വലിപ്പമുള്ളത്. അത് പഴയ അവശിഷ്ടങ്ങൾ, പഴയ ശില കൊണ്ടുണ്ടാക്കിയത് അത്ര വലിപ്പമുള്ളതൊന്നും അല്ല. അവിടെ ഗോപുരം ഒന്നും ഇപ്പോഴും ആയിട്ടില്ലല്ലോ. ഗോപുരമൊക്കെ താർന്നപ്പോഴും തന്നെ കിടക്കില്ല. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ഇടപെട്ടിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. ചെമ്പോലുകൊണ്ട് മുഴുവൻ മേഞ്ഞിരുന്ന ഗംഭീരമായ മഹാക്ഷേത്രമായിരുന്നു പറയുന്ന ആദ്യകാലത്ത്. അല്ലെങ്കിൽ പിന്നെ ഇവിടേക്ക് ഇവർ വരാനും പെരുമാൾ എഴുന്നള്ളി വരാനും ഇവിടെ വെച്ചൊരു കച്ചത്തിന് വേണ്ടി നിയമം അവൽ ഇവിടെ വെച്ചുണ്ടാക്കാനൊക്കെ ഒരു സാധ്യത കാണുന്നില്ല. പിന്നെ പെരുമാൾ എന്നുള്ള പേര് ഒരു ഈശ്വരനും ഇതുവരെ കേട്ടിട്ടില്ലേ?